എവിടെ പോണ് കമലാക്ഷി? ഞാൻ മെടയാൻ പോണടി. ഐസില്ലാത്ത മീനെ, നാളെ ഹർത്താൽ, നാളെ ഹർത്താൽ. ഇന്ന് ഹർത്താൽ ഇല്ല, മറ്റന്നാൾ ഭാരതബന്ദ്, അതിനും മറ്റന്നാൾ ലോക ഹർത്താൽ. ഓടിവാ, ഓടിവാ. നാളെ തിന്നാം, മറ്റന്നാൾ തിന്നാം. ഓടിവാ. മെല്ലെ തിന്നാൽ ഇതിന്റെ മുള്ളും തിന്നാം. നോക്കിക്കാട്ട് വന്ന് വാങ്ങി ചേട്ടാ. ഓടിവാ. എന്നാ പിന്നെ മോനെ? ഹർത്താലും പറ്റില്ലേ? കിലോ 40 രൂപ, 40 രൂപ, കിലോ 40 രൂപ. ഓടിവാ, ഓടിവാ. ഓടിവാ ചേച്ചി. നോക്ക്, അത്തല് മീനാണ്. എന്താ അതിന് വില? നേരത്തെ പറഞ്ഞില്ലേ വേഗം വാങ്ങ്. പൊടിയൊന്നും വേണ്ട, ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മജി, പൊതിഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുവന്നേ. എടുക്കട്ടെ, ഐശ്വര്യ. 1 കിലോ ഉണ്ടോ? തൂക്കത്തിൽ കുറയ്ക്കത്തില്ല അമ്മജി. കണ്ടിട്ട് നല്ല പഠിപ്പുണ്ടെന്ന് തോന്നണല്ല. അതല്ലേ ചേട്ടാ ഞങ്ങൾ ഐശ്വര്യമായിട്ട് മീൻ കച്ചവടം തുടങ്ങിയത്. ഇവൻ MA, ഞാൻ BCom ഇത് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റുന്ന തോന്നണേ. വെള്ളം കുളിപ്പിക്കും ഞാൻ. ചുമ്മാ ഇരിക്കട്ടാ. ചേച്ചി, ചേച്ചി നാളെ ബന്ധാ മീനൊന്ന് വാങ്ങിച്ചോ. മീനാടോ? അസൽ മത്സ്യല്ലേ. എന്തിന്? കേരളമല്ലേ ചേട്ടാ, വൈകുന്നേരം ആകുമ്പോഴേക്കും ബന്ധിനുള്ള വക എത്താലോ. ഒരു മുൻകരുതൽ എന്ന നിലയിൽ 1 കിലോ വാങ്ങിച്ചോ. പെടക്കണ മീനാണ് ചേച്ചി. പക്ഷെ ചീഞ്ഞാന്നേ ഉള്ളു. നിങ്ങൾ വെക്കുന്നത് മീനാ അതാ ഫിഷാ? അല്ല, മത്സ്യം. നല്ല പെടക്കണ സൈസാ. എടുക്കട്ടെ. വേണ്ട വേണ്ട. ശരി, വീണ്ടും കാണാം. കാണണം. കള്ള ഇതിനകത്ത് കള്ളാന്ന് നമ്മുടെ അടുത്ത വേഷം കെട്ട്. എന്തായാലും വിൽപ്പന ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. കൈനീട്ടമായി, നമുക്കിനി പിരിയാം. മീനെ 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 മീനെ. അപ്പോഴേ നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ. ശരി. മീനെ മീനെ മീനെ, നല്ല അയല തരാം, മത്തി തരാം. മീനെ 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 മീനെ, പിടയ്ക്കണ മീനെ. സോഫിയ. ഋഷി. ആട്ടെ, ഋഷി എന്താ ഇവിടെ? ഇതേണ്ടില്ലേ, ഇതാ ഇപ്പോഴത്തെ പണി. അല്ല, സോഫി എന്താ ഇവിടെ? ഈ വഴിയുടെ തൊട്ടപ്പുറത്താ എന്റെ വീട്. ഇതെന്താ? മീൻ. ഇക്കാലത്ത് BCom കമ്പ്യൂട്ടർ കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മീൻ കച്ചവടത്തിന് ഇറങ്ങാൻ വെച്ചു. ദമ്പടി കിട്ടുവേ, ജീവിക്കണ്ടേ. എന്നാലും ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ചിലപ്പോ ഏതെങ്കിലും കമ്പനിയില് അക്കൗണ്ടന്റോ ഏരിയ മാനേജറോ ഒക്കെ ആയി അടിച്ചു പൊളിക്കുന്നുണ്ടാവോന്ന്. കേൾക്കാൻ സുഖമുള്ള എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. അല്ല, സോഫി എങ്ങോട്ടാ? പഠിപ്പ് നിർത്തിയ പിന്നെ തയ്യല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ. എംബ്രോയിഡറി, ചുരിദാർ, ബ്ലൗസ്. പഴയ കമ്പനിക്കാരൊക്കെ. നമ്മുടെ വിഷ്ണു ഉണ്ട്, ഓർമ്മയില്ലേ? നമ്മുടെ മിമിക്രിക്കാരൻ, പഴയ ഗാനഗന്ധർവൻ. എന്നിട്ട് എവിടെ? അവൻ വേറൊരു വഴിക്ക് പോയി. 2 റൂട്ട് കവർ ചെയ്യാനുണ്ട്. സോഫിയക്ക് മീൻ വേണോ? പരിചയക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴോ? നാളെ ആവട്ടെ, വീട്ടിനടുത്ത് വന്നാ വാങ്ങാം. എന്നാ നാളെ വരാം. 2-3 പാർട്ടിയെ പിടിച്ചു തരണം. കമ്മീഷൻ ഉണ്ട്. എന്റെ ജീവിത പ്രശ്നമാണ്. വരട്ടെ. ശരി. മീന് 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 മീനേ. ഓ, എന്നമ്മേ നീ വന്നേ. ദാ വരുന്നു. എടി, ഞാൻ പോന്നു. നീ വല്ലതും നിറച്ച് വന്നാ മതി. ശരി. എന്താടി നീ ഇന്ന് നേരത്തെ? ഞാനിന്ന് നേരത്തെ പോന്നു. നീ എന്താ കിനാവ് കാണുകയാണോ? ഞാൻ ഋഷിയെ കണ്ടു. ഋഷിയോ?
ഏത് ഋഷി? നിന്റെ കൂടെ കോളേജിൽ പഠിച്ച ഋഷിയോ? അതെ. അതാണ് ഇത്ര സന്തോഷം. നീ ഇതൊന്ന് പിടിച്ചേ. മാഷ് ഉദ്ദേശിക്കുന്ന പോലല്ല ചേലക്കരക്കാര്. അടുക്കും തോറും അകലാൻ ശ്രമിക്കും, അകലുമ്പോഴോ അടുക്കാനും. അത് ശരിയാ. ഞാൻ വന്നിട്ട് അധികമായില്ലല്ലോ. ആ, തോമസ് കുട്ടി എങ്ങോട്ടാ? ബാർബർ ഷോപ്പിലേക്കാ. അതിന് നിന്റെ മുഖത്ത് താടിമീശയൊന്നും ഇല്ലല്ലോ. അപ്പാപ്പന്റെ മുടിയോട്ടാൻ ബാർബറെ വിളിക്കാനാ. ആ, കളിച്ച് നടക്കാണ്ട് വല്ലതും പഠിക്കണം കേട്ടോ. നാളെ ഞാൻ 10 ചൊല്ലിക്കും. അവൻ മിടുക്കനാ മാഷെ. ഇപ്പൊ കേക്കാം അപ്പാപ്പന്റെ നല്ല വഴക്ക്. കുശാലായി. ആളേതാ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടാ ആളായി തല വരാൻ പറ്റൂ? താടി വളർന്നത് കണ്ടില്ലേ? ശരിയാ, കടയിൽ ആരും ഉണ്ടായിരുന്നില്ല, ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. തുടങ്ങിക്കോ. താമസോട്ടെ, ദാ വരുന്നു. ഞാൻ പോട്ടെ അപ്പാപ്പ. അന്നമേടത്തെ ഇത്തിരി വെള്ളം. എടാ, ഇങ്ങനെ തിരിച്ചു മറിച്ച 50 നോട്ട് 500 ആവോ? അവണെന്ന് ആഗ്രഹിച്ചു പോവാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായി അറിയാലോ. ഇതും പറഞ്ഞ് കൂടുതൽ സെന്റിമെന്റ്സ് ആവണ്ട. ഞാൻ ഇതിൽ നിന്നൊരു പങ്കെടുത്ത് രാജസ്ഥാൻ മരുഭൂമിക്ക് മഞ്ഞപ്പിത്തുണ്ടോ നോക്കണ എന്റെ സാവിത്രി കുട്ടിക്ക് അയക്കാൻ പോവാ. ഈ 5 രൂപയോ? ഒരു കത്ത് അയക്കാൻ വേണ്ടടാ മിനിമം 5 രൂപ. അതിനേക്കാൾ ഭേദം ഒന്ന് ഫോൺ ചെയ്യുന്നതല്ലേ, ഇപ്പൊ അതാ ലാഭം. ആ, അതും ശരിയാ, ആലോചിച്ച് ചെയ്യാം. എന്താ വിളിച്ചിട്ട് വരാത്തെ? ആർക്കും ചോറൊന്നും വേണ്ടേ? ഓഹോ, മോളെ സോഫിയ, നീ സ്വപ്നലോകത്ത് പോയവരാ ഒരു കൂടി നൂല് തീർത്തല്ലോ. ഇതേ കാശ് കൊടുത്ത് മേടിക്കുന്നതാ, ആരും ചുമ്മാ തരുന്നതല്ല. ലിസി, നീ എന്താ പഠിക്കുന്നേ? ടെക്സ്റ്റ് ബുക്കാ. കാണട്ടെ. ഇതാ നിന്റെ ടെക്സ്റ്റ് ബുക്ക്. വെറുതെ ഇല്ല നീ ഒരേ ക്ലാസ്സിൽ 2-3 വർഷം ഇരിക്കുന്നത്. നീ എന്താ ചെയ്യുന്നേ? കണക്കോടിക്കാ. എവിടെ നോക്കട്ടെ. ഈ വീട്ടിൽ ഒരെണ്ണത്തിനും പഠിക്കണമെന്നുള്ള ചിന്തയില്ല. വാ തുറന്നാ നുണയെ പറയത്തുള്ളൂ. വെറുതെ നോട്ട്ബുക്ക് വേസ്റ്റ് ചെയ്യണ്ട. വല്ലതും വന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഇനി കൊച്ചമ്മമാരോട് പ്രത്യേകം പറയണമായിരിക്കും. മൂസാക്ക,